ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിൽ കുടുംബശ്രീ സൃഷ്ടിച്ച മാറ്റം വിപ്ലവകരമാണെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട്ടെ ലിറ്റററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകവും വയലാൽ വീടും മാറുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കോഴിക്കോട് OIT റോഡിലെ പേ പാർക്കിംഗ് അനധികൃതമായി അനുമതി നൽകിയതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കേരള പോലീസിനെ സംഘപരിവാറിന്റെ കളിസ്ഥലമാക്കിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി. പുറക്കാട്ടിരി AC ഷൺമുഖദാസ് ആയുർവേദ ആശുപത്രിയിൽ നക്ഷത്രവനവും ശലഭോദ്യാനവും നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ലോകത്തിന് കേരളം നൽകിയ മികച്ച മാതൃകകളിലൊന്നാണ് കുടുംബശ്രീ എന്നും സമൂഹത്തിൽ അവർ സൃഷ്ടിച്ച മാറ്റം വിപ്ലവകരമാണെന്നും മന്ത്രി വീണ ജോർജ്. ചെങ്ങരോത്ത് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഉയർന്നു വന്നതെങ്കിലും ഇന്ന് സ്ത്രീകളുടെ മാത്രമല്ല കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ശാക്തീകരണത്തിലും പുരോഗതിയിലും വലിയ പങ്കാണ് അവർ വഹിക്കുന്നത്. നവകേരളത്തിന്റെ സൃഷ്ടിയിൽ കുടുംബശ്രീക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്നും മന്ത്രി പറഞ്ഞു. വിവാഹിതരായി നമ്മൾ കുടുംബം ആയി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ഉത്തരവാദിത്വമൊക്കെ നിർവഹിച്ചു. ചിലരൊക്കെ പല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, പല കഴിവുകളുള്ളവരുണ്ടാകാം. നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പണം ഉണ്ടാവുക എന്നുള്ളത് ഏത് വ്യക്തിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. കുടുംബശ്രീയിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള സൂക്ഷ്മതല ആസൂത്രണത്തിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ റെവല്യൂഷണറി എന്നാണ് വിശേഷിപ്പിക്കുക. വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ചടങ്ങിൽ TP രാമകൃഷ്ണൻ MLA അധ്യക്ഷനായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അനിത U റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CM ബാബു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന TP, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അരവിന്ദാക്ഷൻ M, TK ശൈലജ, പാളയാട്ട് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PT അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുബഷിറ K, ET സരീഷ്, ZA സൽമാൻ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KV കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജി M സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി സ്വാഗതവും ശ്രീജിത്ത് PM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ BC റോഡിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി റിയാസ് നേരിട്ടെത്തി വിലയിരുത്തി. ലിറ്റററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി വയലാലും സ്മാരകം ഉൾപ്പെടുന്ന പ്രദേശവും മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ബേപ്പൂർ BC റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയവരെത്തി. ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെയും ബഷീർ സ്നേഹികളുടെയും ചിരകാലാഭിലാഷമാണ് സ്മാരകമെന്നും അതിന്റെ നിർമ്മാണം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ലിറ്റററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി വൈലാലും സ്മാരകം ഉൾപ്പെടുന്ന പ്രദേശവും മാറുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ കേന്ദ്രത്തിനായി വിട്ടു നൽകിയ മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനും ജില്ലാ കളക്ടറും ടൂറിസം വകുപ്പും എല്ലാം ഒറ്റക്കെട്ടായാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനൊരു സ്മാരകം എന്നുള്ളത് ദീർഘകാലത്തെ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളെ സ്നേഹിക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ്. അത് കോഴിക്കോട് മാത്രമല്ല, ലോകത്തെവിടെയുള്ള. ഈ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ബഡ്ജറ്റിൽ ഒരു ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിച്ചു. ആ ലിറ്റററി സർക്യൂട്ടിൻ്റെ പ്രധാന കേന്ദ്രമായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വയലാലും അതുപോലെ തന്നെ ഈ പ്രദേശവും നിശ്ചയിച്ചു. മന്ത്രിക്കും മേയർക്കുമൊപ്പം ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൗൺസിലർമാരായ KT രജനി, ഗിരിജ ടീച്ചർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളായ അനീസ് ബഷീർ, ഷാഹിന ബഷീർ, ടൂറിസം ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത് ശങ്കർ, DTPC സെക്രട്ടറി നിഖിൽ ദാസ്, ആർക്കിടെക്ട് വിനോദ് സിറിയക് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് OIT റോഡിലെ പാർക്കിംഗ് കേന്ദ്രം BJP ജില്ലാ പ്രസിഡന്റ് VK സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഇത് കോംട്രസ്റ്റ് ഭൂമിയാണെന്നും പേ പാർക്കിംഗിന് കോർപ്പറേഷൻ അനുമതി നൽകിയത് അനധികൃതമായാണെന്നും VK സജീവൻ പറഞ്ഞു. BTC എന്ന് പറയുന്ന ഒരു കമ്പനി അവർക്ക് പണം മേടിച്ച് പാർക്കിങ്ങിന് വേണ്ടി കോർപ്പറേഷൻ അനുവാദം കൊടുത്തു എന്ന് പറയുന്ന ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കോർപ്പറേഷന് എന്ത് അധികാരമാണ് സർക്കാർ ഏറ്റെടുത്ത ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തികൾക്ക്, VTC എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, VKC മുഹമ്മദ് കോയ ചെയർമാനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എങ്ങനെയാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് പേൻ പാർക്കിംഗ് നടത്താൻ കോർപ്പറേഷന് അനുവാദം കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇതിനു മുമ്പേ ഇവിടെ അനധികൃതമായിട്ട് പൈസ ഈടാക്കിക്കൊണ്ട് പാർക്കിംഗ് നടത്തുന്നു എന്നറിഞ്ഞപ്പോ കഴിഞ്ഞ 2 തവണയും അതിനെതിരായിട്ട് നടപടിയെടുത്തവരാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ആളുകൾ. സംസ്ഥാന സർക്കാർ 2012 നിയമം പാസാക്കി ഏറ്റെടുത്ത് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച കോൺട്രസ്റ്റ് നെയ്ത്ത് കമ്പനിയുടെ 3.84 ഏക്കർ സ്ഥലത്ത് കോർപ്പറേഷൻ സ്വകാര്യ കമ്പനിക്ക് പാർക്കിങ്ങിന് അനുമതി നൽകിയത് അനധികൃതമായാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പേ പാർക്കിങ്ങിന് കൊടുക്കാൻ കോർപ്പറേഷന് അധികാരമില്ല. ഇവിടെ പൈസ ഈടാക്കി പാർക്കിംഗ് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് 2 തവണ നടപടിയെടുത്തതാണെന്നും സജീവൻ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് OIT റോഡിലെ പാർക്കിംഗ് കേന്ദ്രം VK സജീവൻ സന്ദർശിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി E പ്രശാന്ത് കുമാർ, നേതാക്കളായ T റനീഷ്, അനുരാധ തായാട്ട്, കൗൺസിലർമാരായ സരിത പറയേരി, N ശിവപ്രസാദ്, രമ്യ സന്തോഷ് എന്നിവരും VK സജീവനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പോലീസിനെ സംഘപരിവാറിന്റെ കളിസ്ഥലമാക്കിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് മുതൽ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ കുറിച്ചുള്ള പല വിശകലനങ്ങളും പല വിമർശനങ്ങളും വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള പോലീസിന്റെ RSSന്റെ ഷെല്ല് പ്രവർത്തിക്കുന്നു, സംഘപരിവാറിന് അനുകൂലമായ നിലപാടുകളിൽ അതിശക്തമായി കേരള പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഒരു കളിസ്ഥലമാക്കി കേരള പോലീസിനെ മാറ്റിയത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ പോലീസ് സംവിധാനത്തെ സംഘപരിവാർ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ച് വരികയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ കാര്യങ്ങൾ അപ്പോൾ തന്നെ കേരളത്തിന്റെ മുന്നിൽ വെൽഫെയർ പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ തന്നെ ഭാഗമായ നിലമ്പൂർ MLA PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ 8 വർഷത്തെ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. PV അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയായ അന്വേഷണത്തിന് വിധേയമാക്കി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയാണ് നടക്കേണ്ടത്. നിയമസഭാംഗത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ സംയുക്ത നിയമസഭാ സമിതിയുടെ പരിശോധനയും നടക്കണം. ഭരണകക്ഷി MLA തന്നെ സർക്കാരിന്റെ ഇത്തരം നടനീക്കങ്ങൾ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകണമെന്നും
വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PC മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ വഴിയൊരുക്കിയ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രമായ അന്വേഷണം കേരളത്തിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുറക്കാട്ടിരി AC ഷൺമുഖദാസ് മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ വയോജന പാർക്കിന്റെ ഭാഗമായി നക്ഷത്രവനവും ശലഭോദ്യാനവും നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വയോജന പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈകുന്നേരങ്ങളിൽ പാർക്കിലെത്തുന്ന വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി വെളിച്ച സംവിധാനം ഉൾപ്പെടെ ഒരുക്കണമെന്നും സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വയോജന പാർക്കാക്കി ഇതിനെ മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ ലഭിക്കേണ്ട മേഖലയായി വയോജന മേഖല മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നക്ഷത്രവനവും ശലഭോദ്യാനവും ഇതുണ്ടായാലും വൈകുന്നേരം ഇത് വരുന്നവർക്ക് വലിയൊരു കാഴ്ചയായിരിക്കും. ബട്ടർഫ്ലൈ പറക്കുന്നതിനെ പറയും. ഞങ്ങൾ അത് പൂർണ്ണമായി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഇവിടെ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ പരിചയപ്പെട്ടവരും ഇവിടെ ഒരു ഇനിയിപ്പോൾ എന്താണ് ലൈറ്റിനിങ് വേണോ നമ്മൾ ആലോചിക്കുന്നത്. ഈ പറയുന്ന പ്രദേശങ്ങളിൽ നല്ല മനോഹരമായ ലൈറ്റ്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ അത് വയോജനങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ചികിത്സക്കെത്തുന്ന കുട്ടികൾ, അവരെ പരിചരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, അവർക്കൊക്കെയും ഒരു മാനസികോല്ലാസം കിട്ടുമെങ്കിൽ രോഗശാന്തിക്ക് ഏറ്റവും നല്ല മരുന്ന് അതിനേക്കാൾ വേറെ ഇല്ല എന്നാണ് ഞാൻ പഠിച്ച് വെച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VS സോണിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീള, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PP നിഷ, VP ജമീല, KV റീന, തലക്കുളത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവാനന്ദൻ, പഞ്ചായത്ത് മെമ്പർ ബിന്ദു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശ്രീലത, ദേശീയ ആയുഷ് മിഷൻ DPM ഡോക്ടർ അനീന P ത്യാഗരാജൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവ സ്വാഗതവും ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP യദുനന്ദൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തറക്കല്ലിട്ടു. അടുത്ത വർഷം ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 76 കോടി രൂപ ചെലവിലാണ് ആശുപത്രി വികസനം നടപ്പാക്കുന്നത്. നേരത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി തുക അനുവദിച്ചായിരുന്നു കോടികൾ ചെലവ് വരുന്ന വൻകിട പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവ പൂർത്തിയാവാൻ 10-20 വർഷം എടുക്കുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ കിഫ്ബി സംവിധാനം വന്നതോടെ വലിയ പദ്ധതികൾക്കും ഒന്നിച്ച് തുക അനുവദിച്ച് അതിവേഗം നടപ്പിലാക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ മേഖല നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിൽ VMSന്റെ കാലഘട്ടത്തിൽ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നമുക്കുണ്ടായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹിക മുന്നേറ്റത്തിലൂടെയുമാണ് മികച്ച ആരോഗ്യ ബോധ്യങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. ചടങ്ങിൽ TP രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KV റീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യാതിഥിയായി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VK പ്രമോദ്, ശാരദ പട്ടേരിക്കണ്ടി, KK ബിന്ദു, NT ഷിജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK പാത്തുമ്മ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CM ബാബു, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര, ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനോദ് തിരുവോത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P ഖാദർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ PK ബൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദളിത് അധ്യാപികയ്ക്ക് തൊഴിൽ വിലക്കേർപ്പെടുത്തിയ നടപടിയിൽ നടുവണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ബഹുജന മാർച്ച് നടത്തിയത്. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 2 വർഷമായി ദിവസവേതനാടിസ്ഥാനത്തിൽ IT അധ്യാപികയായി ജോലി ചെയ്യുന്ന ദളിത് യുവതിക്ക് തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടുവണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K രാജീവൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം നടപടികൾ നവോത്ഥാന ചരിത്ര സ്മരണകൾക്ക് അപമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശശീന്ദ്രൻ കാവന്തറ, AP ഷാജി, ബിന്ദു കോറോത്ത്, സജീവൻ മക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അനുകൂലമായ തീരുമാനങ്ങൾ വന്നില്ലെങ്കിൽ മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ദളിത് കോൺഗ്രസ്, KSU എന്നിവയുടെ നേതൃത്വത്തിൽ വീണ്ടും സമര പോരാട്ടങ്ങൾ നടത്തുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവും തളിക്കുളവും പരിസരവും വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ചു. ദേവീ ദേവന്മാരുടെ രൂപങ്ങളാണ് ദീപപ്രഭയിൽ തെളിയുന്നത്. വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിനൊരുങ്ങി തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. സെപ്റ്റംബർ 3 മുതൽ 7 വരെ നടക്കുന്ന ഉത്സവത്തിനായി തളി ക്ഷേത്രക്കുളവും പരിസരവും ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കി. ദേവഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, തിരുമാന്താംകുന്ന് ദേവി, അനന്തശയനം, ലക്ഷ്മി നരസിംഹമൂർത്തി, ഭുവനേശ്വരി, ഗുരുവായൂരപ്പൻ, പരമശിവൻ, കാഞ്ചി കാമാക്ഷി, അന്നപൂർണേശ്വരി, ശ്രീകൃഷ്ണൻ, ശിവപാർവതി, മഹാവിഷ്ണു തുടങ്ങിയ 15 വൈദ്യുത ദീപാലങ്കാര ടവറുകളാണ് തളിക്കുളത്തിന് ചുറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഗജപൂജ നടക്കും. വിനായക ചതുർത്ഥി ദിവസമായ സെപ്റ്റംബർ 7-ന് വിശേഷാൽ മഹാഗണപതി ഹോമം നടക്കും. ഇതിനായി പ്രത്യേകം വഴിപാട് കൗണ്ടറുകൾ തുറന്നു. തളി ബ്രാഹ്മണ സമൂഹം മുഖ്യപുരോഹിതൻ രാഹുൽ വാദ്യാരുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലത്ത് ബസാറിൽ സ്ട്രീറ്റ് ലൈറ്റും ഹൈമാസ്റ്റ് ലൈറ്റുകളും കത്താത്തതിനെതിരെ വ്യാപാരികൾ പ്രതിഷേധിച്ചു. ബസാർ ഇരുട്ടിലാവുന്നത് കാരണം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വ്യാപാരികൾ രംഗത്തിറങ്ങിയത്. കടകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ പാലത്ത് ബസാറിൽ കൂരാക്കൂരിരുട്ട്. വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച 2 ഹൈമാസ് ലൈറ്റ്
മാസങ്ങളായി കത്തുന്നില്ല. ബസാറിലെ ഒരു സ്ട്രീറ്റ് ലൈറ്റും പ്രകാശിക്കുന്നില്ല. ബസാറിലെ തുടക്കത്തിലുള്ള 2 ഹമ്പുകളിലും ഇരുട്ടായാൽ ബൈക്കുകളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുന്നു. നിരന്തരമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കടകളിലെ മുഴുവൻ ലൈറ്റുകളും ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ചതിനു ശേഷം പന്തം കൊളുത്തിയായിരുന്നു പ്രകടനം. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം അധികാരികൾക്കുള്ള താക്കീതായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി സിറാജ് എം, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ പി, സുനിൽകുമാർ ഊട്ടുകുളം, സെക്രട്ടറിമാരായ അഫ്സൽ, NP അരുൺ, യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിനോജ്, ജനറൽ സെക്രട്ടറി നൌഫൽ സി, ട്രഷറർ പ്രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വമ്പൻ ഓഫറുകളുമായി നിക്ഷാൻ കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങി. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ആകർഷകമായ ഓഫറുകളും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും മികച്ച വിൽപ്പനാനന്തര സേവനവുമാണ് നിക്ഷാന്റെ പ്രത്യേകത. നിക്ഷാൻ പുതിയ ഷോറൂമിന് കോഴിക്കോട് വർണ്ണാഭമായ തുടക്കം. കോഴിക്കോട്ടെ ഉപഭോക്താക്കൾക്ക് ഒരേ ഒരോണം 1000 ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമുണ്ട്. ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ വിലക്കുറവുണ്ട്. സ്കോഡ കുഷാക്കാണ് ബമ്പർ സമ്മാനം. 2 BMW G310 RR സ്പോർട്സ് ബൈക്ക്, 6 ഏതർ റിസ്റ്റ സ്കൂട്ടറുകൾ തുടങ്ങിയ സമ്മാനങ്ങളുമുണ്ട്. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ ഇന്റർനാഷണൽ ട്രിപ്പ്, ഐഫോൺ, LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങളും നേടാം. 26% വരെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ കൂടാതെ ഏറ്റവും സൗകര്യപ്രദമായ EMI-യും എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫറും എക്സ്ട്രാ വാറന്റി സൗകര്യവും നിക്ഷാൻ വാഗ്ദാനം ചെയ്യുന്നു. ഒപ്പം 0 ഡൗൺ പേയ്മെന്റ്, 0 ഇൻട്രസ്റ്റ്, 0 പ്രോസസ്സിംഗ് ഫീ എന്നിവയും ഉപഭോക്താക്കളെ അനായാസമായ പർച്ചേസിന് സഹായിക്കുന്നു. അത്യാകർഷകമായ ഫിനാൻസ് സൗകര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് തികച്ചും സൗകര്യപ്രദമായ രീതിയിൽ നിക്ഷാൻ ആവിഷ്കരിച്ചിരിക്കുന്നു. പിന്നെ പ്രൊട്ടക്ഷൻ സൈഡിൽ, സർവീസിന്റെ സൈഡിൽ പ്രൊട്ടക്ഷൻ സൈഡ് കൊടുക്കാനാണെങ്കിൽ നമുക്ക് നിക്ഷാൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഒരു വാറണ്ടി സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്, കാരണം 5 TV എടുത്തു കഴിഞ്ഞാൽ ഒരു 5 വർഷം വരെയൊക്കെ നമുക്ക് വാറണ്ടി കൊടുത്തുകൊണ്ടുകൂടെ കസ്റ്റമറെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. പിന്നെ കൂടാതെ നമുക്കതൊരു നല്ലൊരു സർവീസ് ബാക്കപ്പ് ഉണ്ട്. കാരണം നിക്ഷാന്റെ ഒരു USP എന്ന് പറയുന്നത് തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ളതാണ് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത്. ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പും ആദ്യ വിൽപ്പന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, നിക്ഷാൻ ചെയർമാൻ K മുസ്തഫ, മാനേജിംഗ് ഡയറക്ടർ MMV മൊയ്തു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്ഷാൻ അഹമ്മദ്, ഷെയ്ഖ് മുഹമ്മദ് സലാം, അബ്ദുൽ സലാം, അച്ചു കാസർകോട്, KP ഫൈസൽ, TP അബ്ബാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 30 വരെ വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും 10 പേർക്ക് 43 ഇഞ്ച് LED TVയും ഒരാൾക്ക് ഐഫോണും നൽകും. കണ്ണൂർ, വടകര, പഴയങ്ങാടി ഷോറൂമുകളിൽ നിന്നും ഓണം ഓഫറുകൾ പ്രയോജനപ്പെടുത്താം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹത്തിൽ കുടുംബശ്രീ സൃഷ്ടിച്ച മാറ്റം വിപ്ലവകരമാണെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട്ടെ ലിറ്റററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകവും വയലാൽ വീടും മാറുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കോഴിക്കോട് OIT റോഡിലെ പേ പാർക്കിംഗ് അനധികൃതമായി അനുമതി നൽകിയതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കേരള പോലീസിനെ സംഘപരിവാറിന്റെ കളിസ്ഥലമാക്കിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി. പുറക്കാട്ടിരി AC ഷൺമുഖദാസ് ആയുർവേദ ആശുപത്രിയിൽ നക്ഷത്രവനവും ശലഭോദ്യാനവും നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.